എല്ലാ ദിവസവും കൃത്യമായിട്ട് പള്ളിയിൽ വരികയും കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്ന ഭക്ത ദമ്പതികൾ എല്ലാ പള്ളി സംഘടനകളിലും അംഗത്വമുണ്ട്. പക്ഷേ കുർബാന കഴിഞ്ഞ് വന്നാൽ കലാപരിപാടികൾ ആരംഭിക്കും വീട്ടിൽ എല്ലാ ദിവസവും. ഒരു ദിവസം ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് പതിവ് പോലെയുള്ള കലാപ പരിപാടികൾ തുടങ്ങിയപ്പോൾ ഇളയ മകൻ, ഇത്രയും നാൾ മനസ്സ് മുട്ടി പ്രാഗി വേണ്ടാതിരുന്ന അവൻ പുറത്തേക്ക് ഇറങ്ങി. വീടിൻ്റെ മുൻഭിത്തിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഈശോ ഈ ഭവനത്തിന് നാഥൻ. ആ സ്റ്റിക്കർ വലിച്ചൂരി എടുത്ത് പറിച്ചെറിഞ്ഞ് കളഞ്ഞു. എന്നിട്ട് പെൻസിൽ കൊണ്ട് എഴുതി, ഈഗോ ഈ ഭവനത്തിന് നാഥൻ. രണ്ടുപേർക്കും ദേഷ്യം വന്നു, അപ്പനും അമ്മയ്ക്കും. എന്താണ് എഴുതിയത്? അവൻ പറഞ്ഞു പച്ച പരമാർത്ഥം, ഈഗോയാണ് ഈ ഭവനത്തിന് നാഥൻ. നിങ്ങൾ ഈഗോ കൊണ്ടുള്ള ഒരു മേളനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീട് ഈഗോ വീടാണോ ഈശോ വീടാണോ? പറയുന്നത് ഞാൻ ഈഗോ അച്ഛനാണോ ഈശോ അച്ഛനാണോ? അപ്പോൾ ഈഗോ വീടുകൾ ഈശോ വീടുകളായി മാറുന്നതിനെയാണ് ക്രിസ്മസ് എന്ന് വിളിക്കുക. ഈശോ കൊച്ചുങ്ങളായി ഓരോരുത്തരും വീണ്ടും പിറക്കുന്നതിനെയാണ് ക്രിസ്മസ് എന്ന് വിളിക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, ഒരു മരണം നേരുന്നു, ഈഗോയുടെ മരണം. ഒരു ജനനം നേരുന്നു ഈശോയുടെ ജനനം. പിറവി തിരുനാൾ ആശംസകൾ. നല്ല യാത്ര നേരുന്നു.